നമസ്കാരം. തെറ്റുതീർപ്പ് ആധാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആധാരത്തിൽ വരുന്ന ഈ തെറ്റുകളെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് മെറ്റീരിയൽ ഡിഫെക്ട്സ്. മെറ്റീരിയൽ ഡിഫെക്ട്സ് എന്ന് പറഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള തെറ്റുകളാണ് മെറ്റീരിയൽ ഡിഫെക്ട്സ് കാറ്റഗറിയിൽ വരുന്നത്. അതായത് കക്ഷികളെ വേണ്ട കക്ഷിയെ ചേർക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്ത കക്ഷികളെ ചേർക്കുക, ഇങ്ങനെയൊക്കെ വരുന്ന വലിയ തെറ്റുകളെയാണ് മെറ്റീരിയൽ ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നോർമൽ ഡിഫെക്ട്സ് ആണ്. നോർമലായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇനിഷ്യൽ ചേർക്കാതെ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലറിക്കലായിട്ടുള്ള മിസ്റ്റേക്സുകൾ, സർവേ നമ്പർ മാറിയത്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സുകളാണ് നോർമൽ ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഈ തെറ്റുകളുടെ സ്വഭാവം അനുസരിച്ചാണ് ഈ തെറ്റുതീർപ്പ് ആധാരം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫീസിനെ നിർണ്ണയിക്കുന്നത്. ഇപ്പം മെറ്റീരിയൽ ഡിഫെക്ട്സ് ആണെങ്കിൽ അത് ആ ആധാരത്തിൻ്റെ ഘടനയെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യത്തെ ആധാരം എടുത്തപ്പോൾ എന്തൊക്കെ ഫീസുകൾ അടച്ചു, സ്റ്റാമ്പും മറ്റ് ഫീസുകളെല്ലാം അടച്ച് ആദ്യത്തെ ആധാരം എടുത്ത പോലെ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. ഇനി നോർമൽ ഡിഫെക്ട്സ് ആണെങ്കിൽ നമ്മളൊരു വെള്ള പേപ്പറിൽ എഴുതി ഡോക്യുമെൻ്റ് തയ്യാറാക്കിയാൽ മതി. അതിന് നമുക്ക് സ്റ്റാമ്പ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഫീസ് മാത്രം അടച്ച് ഡോക്യുമെൻ്റ് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത് മെറ്റീരിയൽ ഡിഫെക്ട്സ് ആണോ അല്ലെങ്കിൽ നോർമൽ ഡിഫെക്ട്സ് ആണോ എന്ന് തീരുമാനിക്കുന്നത് സബ് രജിസ്ട്രാറാണ്. രജിസ്ട്രാർ പറയുന്നതനുസരിച്ച് നമ്മൾ ഡോക്യുമെൻ്റ് തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ തെറ്റ് പറ്റിയ ആധാരവുമായിട്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ തെറ്റുതീർപ്പാധാരവും നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആധാരത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തെറ്റ് പറ്റിയ ആധാരവുമായിട്ട് സബ് രജിസ്ട്രാർ ഓഫീസറെ പോയി കാണുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത മാർഗം എന്ന് പറയുന്നത്. അദ്ദേഹം അത് പരിശോധിച്ച് അത് തെറ്റുതീർപ്പാധാരം തയ്യാറാക്കി നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും.